അതായത് പോളിഷായിട്ട് പ്രാർത്ഥിക്കുന്നത് നടത്താം. ഉള്ള കാര്യം നമ്മുടെ മനസ്സിൽ എന്താണ് കർത്താവിനോട് പറയാനുള്ളത്, അത് സ്വകാര്യ ഭാഷയുണ്ട്, പുസ്തക അച്ചടി ഭാഷയുണ്ട്. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നല്ലത് സ്വകാര്യ ഭാഷയായിരിക്കും. എന്താ കാര്യം എന്നറിയാവോ? സ്വകാര്യ ഭാഷയിലാണ് ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹമൊക്കെ അതിൻ്റെ റോ ആയിട്ട് വരുന്നത്. സംസ്കരിക്കാത്ത ഭാഷ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ പരമാവധി റോ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഇൻറ്റിമസിയുടെ ഭാഗമാണ്. നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധമില്ലേ, ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലത്. നിങ്ങളുമായിട്ട് ദൈവവുമായിട്ട് സാങ്കേതിക ബന്ധമാണുള്ളതെങ്കിൽ സ്വാഭാവികമായി ഒഫീഷ്യൽ ലാംഗ്വേജ് വരും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ തികവ് കർത്താവിനോടുള്ള വല്ലാത്ത സ്നേഹവും ശരണവും വിശ്വാസവുമാണെങ്കിൽ. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴാ കുഞ്ഞിനെന്തോ ഗുരുതരമായ രോഗമാണ്, കുട്ടി മരിച്ചു പോകുമെന്ന് തോന്നി. അപ്പോഴേ അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ ഈ ആരാധന കൂടുമ്പോൾ ഈശോനോട് പറയണത്, അമ്മയുടെ മധ്യസ്ഥ ഈശോനോട് പറയണത്, ഈശോ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടുപോയതാ, എനിക്കിതിനെ തിരിച്ചു തന്നെ പറ്റത്തുള്ളൂ. അതവരുടെ സ്വകാര്യമായ ഒരു ആഗ്രഹമാണത്. ഭാഷ വളരെ നല്ല ഭാഷയാണ്. എന്താ ഞാൻ കാര്യം കുഞ്ഞ് മരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുക. അവരാ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയാണ് ശരിക്കും, അമ്മയല്ല, അമ്മയുടെ അമ്മയാ. പക്ഷേ അമ്മയുടെ അമ്മയാണെങ്കിലും ആ കുഞ്ഞിനെ അവർ സുഖപ്പെടുത്തി എടുക്കുന്ന രീതിയുണ്ട്. കാരണം മലദ്വാരമില്ലാത്ത കൊച്ചാണ്, മൂത്രവും മലവും ഒരേ ദൂരത്തിൽ കൂടി പോവുക. അപ്പോൾ അവിടെ വ്രണവും, അങ്ങനെ പോകുന്ന സ്ഥലത്ത് വ്രണവും ചലവും പഴുപ്പും ഒക്കെയാണ്. കൊച്ച് ഭക്ഷണം എടുക്കണില്ല, വയറ് വീർത്തിരിക്കണം, ഇപ്പം മരിക്കണ, ശ്വാസമില്ല. ഈ കുഞ്ഞിനെയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കാണിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. ഈ കുഞ്ഞിനെ ഞാൻ കണ്ടുപോയതാണ്, എൻ്റെ കണ്ണ് കണ്ടുപോയതാണ്, എനിക്കിതിന് തരാതിരിക്കരുത്. ഒരു ആഗ്രഹവും ഒരു അപേക്ഷയും ഒരു കെഞ്ചി പറയണ ഒരു ആത്മബന്ധത്തിൻ്റെ രീതിയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്തുകൊണ്ട് ഈ പ്രെയർ റിസീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരെന്നാ ചെയ്തതെന്നറിയാമോ? അവരെന്നിട്ട് ഉടമ്പടി തൈലം, ഈ ഡോക്ടർ റിജക്റ്റ് ചെയ്ത കുട്ടിയാണിത്, എന്നിട്ട് ഉടമ്പടി തൈലം ഈ ഇല്ലാത്ത മലദൂരത്തിൽ ഉള്ള ദൂരത്തിൽ ഉടമ്പടി തൈലം തേച്ച് വെക്കും. എന്നിട്ട് കുഞ്ഞിനെ മുട്ടയെ കിടത്തി അവർ ഉറങ്ങിപ്പോകും. രാത്രി 2 മണിക്കാണ് അവർക്ക് കൊച്ചു എപ്പോഴും നിലവിളിയായിരിക്കും. ഏത് സമയത്തും കുട്ടി നിലവിളിയായിരിക്കും, ഏത് സമയത്തും കുട്ടി നിലവിളിയായിരിക്കണം. അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കൊച്ചിനെ കൊണ്ട്. പക്ഷേ ഉറങ്ങിയപ്പോഴേ കൊച്ചു മുട്ടയെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ രാത്രി 2 മണിയായി, എഴുന്നേറ്റപ്പോൾ 10 മണിയുമായി. അപ്പോൾ കൊച്ചു മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോഴവർ പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റും അവരെന്താ ചെയ്യുന്നറിയാവോ? ആദ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 ചെല്ലേണ്ടതല്ലേ, ഇപ്പം മണി 10 അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അതിനെ കൊച്ചിനെ മാറ്റി വെച്ച് അവരുടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് ചെല്ലും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലിയച്ചും ആണ്. അപ്പോഴും അവർക്ക് തോന്നുന്നത് രാത്രി 2 മണി ഉടമ്പടിത്തേലും തേച്ചിരുന്നല്ലോ. അപ്പോൾ ആ പരുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയപ്പോൾ പരുവ് അവിടെ കാണാനില്ല. അത്രയും പൂർണ്ണമായി സുഖപ്പെടുകയാണ്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റിമസിയുടെ ഒരു ഭാഷയുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന ആ വ്യഗ്രതയുണ്ട്. 10 മണിക്ക് ചാടിപ്പിടിച്ച് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യണത് എന്താ? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ 5:30 വിട്ടുപോയില്ലേ, അവർ ഉറങ്ങിപ്പോയില്ലേ. അപ്പം അതാദ്യം ചെയ്യണത് അതാണ്. അതൊരു ലെവലാണത്. ഈ ഉടമ്പടി അർത്ഥവത്താക്കുന്ന ഒരു മാനസിക വൈകാരിക ലെവലാണ്. ഈ മാനസിക വൈകാരിക ലെവല്
എന്തുകൊണ്ടാണ് ദൈവതിരുസന്നിധിയിലെ പെട്ടെന്ന് കത്തണത്, പെട്രോളിന് തീ പിടിക്കണ പോലെ തീ പിടിക്കാൻ കാരണം, ദൈവത്തിലേക്ക് റിസീവ് ചെയ്യണ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയമല്ല. അതെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ വിഷയമല്ല. ഈ വിഷയത്തെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയണ ഒരു കഴിവുണ്ട്. വിഷയത്തെ 3 കാര്യമായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ പടം കാണുന്നില്ലേ, പ്രക്ഷേപണം ചെയ്യണത് പടമായിട്ടാണെങ്കിലും എയറിലേക്ക് അത് പ്രകാശമായിട്ട് മാറുകയില്ല, ഇലക്ട്രോണിക്സ് തരംഗങ്ങളും പ്രകാശമായിട്ട് മാറുകയില്ല. പിന്നീട് ടി വി അല്ലേ പിടിച്ചെടുത്തിട്ട് പിന്നെ അതിനെ പടമാക്കി നമുക്ക് തരണത്. ഇപ്പം ഈ കൺവേർഷൻ ഒരു വിഷയമാണ്. അതാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. കാര്യം ദൈവം റിസീവ് ചെയ്യണത് നിങ്ങളുടെ കപ്പ കഞ്ഞി IELTS ആയിട്ട് റിസീവ് ചെയ്യത്തില്ല. പിന്നെ എന്തായിട്ടാണ് റിസീവ് ചെയ്യണത്? ദൈവത്തിന് അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്താ? ഇത് ദൈവിക പുണ്യങ്ങളാണ്. അത് ദൈവിക പുണ്യം. അതായത് ഒരു വിഷയത്തെ എത്ര കംപ്ലീറ്റായിട്ട് നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു വിഷയത്തെ എത്ര ശതമാനം നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വിഷയം കല്യാണം ഒത്തുവരാത്ത, ഇപ്പോൾ ഇന്ന് ഒരു വിഷയം കണ്ടില്ലേ, 31 കൊല്ലം IELTS എഴുതി പരാജയപ്പെട്ടിട്ട് ഉടമ്പടി എടുത്തിട്ട് 32ാം തവണ പാസ്സാകുന്നത്. അത് റെയർ കേസാണ് ശരിക്കും. പക്ഷേ അതിന് കൺവേർഷൻ ഭയങ്കര പവർഫുള്ളാണ്. ദാറ്റ് മീൻസ് 31 തവണ എഴുതി തോറ്റെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ കലിബറിന് അവിടെ പ്രത്യേകിച്ച് റോളില്ല. നമ്മുടെ കഴിവിനെ റോളില്ല. ഒന്നെങ്കിൽ മെമ്മറി പോയി കാണും, അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ ഡാമേജ് ആണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഇതിന് സ്റ്റോറേജ് ഇല്ല. ഇത് എന്താ കപ്പാസിറ്റി, നമുക്കിത് സ്പെല്ല് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പ്രൊനൗൺസിയേഷന് കുഴപ്പം, ഫൊണറ്റിക്സിന് കുഴപ്പം, ടെക്നിക്കലായിട്ട് കുറേ ഫിലോളജി പ്രോബ്ലംസ് വരുമ്പോഴാണ് കമ്പ്യൂട്ടർ ഈ സാധനം മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ വ്യക്തി ഫെയിലാണ് ശരിക്കും. വ്യക്തി അവരുടെ കലിബറിൽ അത് ഫെയിലാണ്. പക്ഷേ ഈ തോറ്റ അവസ്ഥയെ ജയിച്ച അവസ്ഥയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ കഴിവുകേടുകളെ വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ശരണമായിട്ടും കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മളൊരു വിഷയം വിശ്വാസത്തിലേക്കോ പ്രത്യാശയിലേക്കോ ദൈവസ്നേഹത്തിലോട്ടോ കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു അരൂപിയും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പ് വരുത്തണം. വേറെ അരൂപി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എപ്പോഴും ഇതൊരു സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടാണ് ഈശോ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നത്. നമ്മളതിൻ്റെ ടെക്നിക്ക് അറിയണം. എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അതൊരു സ്കാനിങ്ങിലൂടെ മാത്രമേ ഈശോ അത് സ്വീകരിക്കത്തുള്ളൂ. എന്താ സ്കാനിങ്? ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം, ദൈവത്തിന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ സ്പിരിറ്റിന് അക്സെപ്റ്റബിളാകണം. ദൈവത്തിൽ നമ്മളെപ്പോലെ 3 സ്പിരിറ്റ് വർക്ക് ചെയ്യത്തില്ല, ഒറ്റ സ്പിരിറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോഴും നമ്മൾ അതിന് ടെക്നിക്കൽ പ്രശ്നം മനസ്സിലാക്കണം. ദൈവത്തിൽ ഒറ്റ സ്പിരിറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? പരിശുദ്ധ അരൂപി. നമ്മളിൽ 3 സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യും. ദുഷ്ടാരൂപിയും ലോകാരൂപിയും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ സ്കാനിങ് വിധേയമാക്കുമ്പോൾ ഇതിൻ്റെ ലോകാരൂപി ഉണ്ടെങ്കിൽ സംഭവം റിജക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നത്. ഇപ്പം സെബദീപുത്രന്മാരുടെ അമ്മ സലോമി വന്നിട്ട് കർത്താവിനോട് പറയും, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ മകൻ ഒരാൾ ഇടതുവശത്തും ഒരാൾ വലതുവശത്തും ഉപവിഷ്ടനാകാൻ നീ കൽപ്പിക്കണം. അപ്പോൾ ഈശോ അത് സ്കാൻ ചെയ്തിട്ട് പറയും, ഇതിൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ലുക്കാ 9:55 എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന ഒരു ദുരന്തമാകണതെന്ന്. അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തതാണ്. അതാണ് ലുക്കാ 9:55. അപ്പോൾ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യണതല്ല ശരിക്കും പറഞ്ഞാൽ.
നമ്മൾ ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ, കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ വേറെ അരൂപികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് പറ്റിയ അരൂപിയിൽ, ഇപ്പം ഞങ്ങൾ അച്ഛൻ ഇടയ്ക്ക് പറയാറുള്ള കാര്യമില്ലേ, ഇപ്പം നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം താമസിക്കുന്നു. നിങ്ങളുടെ കല്യാണം താമസിക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാരണമാകും. എന്താ കാരണം? ചിലർ മൂത്ത മകനെ കെട്ടത്തില്ല, ചിലർ ഇളയ മകനെ കെട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ അരൂപി ചേഞ്ച് ചെയ്തില്ലേ? എന്താണ് ഈ മൂത്ത മകനെ കെട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ അമ്മായിയമ്മനെയും അപ്പായപ്പനെയും ചുമക്കേണ്ടി വരുമെന്ന് പറയും. മൂത്ത മകനെ കെട്ടിയാൽ ഞാൻ അമ്മായിയമ്മനെ ഇളയ മകനെ എന്താണ് ഇളയമനെ കെട്ടാത്ത ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇളയമനെ കെട്ടിയാൽ ഞാൻ അമ്മായിയമ്മനെയും ചുമക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇളയ മകനെ കെട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ അവൾ മൂത്ത മകനെ കെട്ടാനിരിക്കുകയാണ്. എന്തിനാണ് മൂത്ത മകനെ കെട്ടണത്? കെട്ടി 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒന്ന് പെറ്റിട്ട് മാറി താമസിക്കാനില്ല. നമ്മുടെ പൊന്നൊക്കെ പോണമുമ്പ് തന്നെ മാറി താമസിക്കുക. അപ്പോൾ ആരെയും ചുമക്കേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ ഈശോനെ കൊണ്ട് തിരിച്ച് സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് ചോദിക്കേണ്ടി വരരുത്. പറഞ്ഞ മനസ്സിലായി? ഇത് ഈസ് എ സീരിയസ് തിങ്. എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് കർത്താവിനെ കൊണ്ട് ചോദിക്കേണ്ടി വരരുത്. ഇപ്പം നീ 5 സെൻറ്റ് സ്ഥലം നീ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. 5 സെൻറ്റ് സ്ഥലം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 5, 50 എത്ര വേണമെങ്കിലും നിനക്ക് വെക്കാം. ആവശ്യമെങ്കിൽ കർത്താവ് തരും, അതിനൊക്കൊന്നും പ്രശ്നമില്ല. അരൂപി എന്ത് ചോദിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കർത്താവ് നോക്കണത് എന്താണ്? എന്തിനു വേണ്ടി ചോദിക്കുന്നു. ഇപ്പം 5 സെൻറ്റ് സ്ഥലം നീ എഴുതി വെച്ചു. അപ്പോൾ നിൻ്റെ മനസ്സിലിരിക്കണത് എന്താ? 5 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവിടുന്ന് ചാടിപ്പോകാമല്ലോ, പിന്നെ ആരുടെയും ബാധ്യത നമുക്ക് ഉത്തരവാദിത്തമായിട്ട് ചുവന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നീ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് റിജക്റ്റ് ചെയ്യും. കാര്യം വേറെ അരൂപിയാം. പരസ്നേഹമില്ലാത്ത കൊണ്ട് ഈ സംഭവം റിസപ്റ്റ് ചെയ്യത്തില്ല. നീ എന്നാ പറയേണ്ടത്? കർത്താവ് 5 സെൻറ്റ് സ്ഥലം കിട്ടിയ ഇപ്പം ഇവിടെ അനുജനൊക്കെ ജോലി ഈ നാട്ടിലില്ല, അവരെവിടെയാണെന്ന് അറിയത്തില്ല, വേറെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകണം, പോയി ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അപ്പനും അമ്മയും അങ്ങോട്ട് പോകത്തില്ല. എനിക്ക് സ്വസ്ഥവും സമാധാനമായിട്ടൊരു ഓഹരി തന്ന എൻ്റെ അപ്പനെയും അമ്മായിയപ്പനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ നോക്കിക്കൊള്ളാം എന്നെങ്ങാനും ഈശ്വരനോട് പറഞ്ഞാൽ അരൂപി ചേഞ്ച് പരസ്നേഹത്തിലേക്ക് വരും. മറ്റത് ലോകാരൂപിയിലേക്ക് വരും, ചില സമയത്ത് ദുഷ്ടാരൂപിയിലേക്കും ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു സീരിയസ് വിഷയമാണ്. അപ്പം നീ കാനഡയിലേക്ക് പോകാൻ വേണ്ടി അപേക്ഷ വെച്ചു. എന്നാത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നീ കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് പറയാൻ പറ്റണം, അത് എൻ്റെ കുടുംബത്തിലെ കടങ്ങൾ പരിഹരിക്കണം. കാര്യം അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ചപ്പോൾ അവരൊരു പരുവായി കാണും. അല്ല, എൻ്റെ ആൻറ്റിയുടെ മകൾ കാനഡയിലാണ്, അവളുടെ കൂടെ പോകാനാണെന്ന് പറഞ്ഞേക്കരുത്. അതാണ് പ്രശ്നം. ആൻറ്റിയുടെ മകളും അങ്കിളിൻ്റെ മകളും ഒക്കെ കാനഡയിലും സ്വിറ്റ്സർലൻഡിലുമാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ജോലി ഗവൺമെൻറ് PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച വിഷയം മാറി. അതാണ് പ്രശ്നം. നമ്മൾ വെക്കുമ്പോൾ അരൂപി എന്താണെന്നുള്ളത് വളരെ കാര്യം കർത്താവിൻ്റെ രീതി അനുസരിച്ച് ഒരു ജെന്യുവിനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും തരാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ജെന്യുവിനാണ് ആഗ്രഹമെങ്കിൽ കർത്താവ് അത് മാനിക്കണ രീതിയാണ്. നമ്മൾക്ക് തരാനുള്ള യോഗ്യതയില്ല, പക്ഷേ നിൻ്റെ ആഗ്രഹം ജെന്യുവിനാണ് എങ്കിൽ കർത്താവ് നിൻ്റെ ആഗ്രഹത്തെ മാനിക്കും. ഇപ്പോൾ ആ കാനങ്കാരിയില്ലേ, കാനങ്കാരിയോട് ഈശോ എന്നാ പറയണത്? കാനങ്കാരി പറയും, എൻ്റെ മകൾക്ക് പിശാച് ബാധിച്ചിരിക്കുകയാണെന്ന് പറയും. എനിക്ക് വേറെ ഒരു മാർഗ്ഗം, എൻ്റെ കുടുംബം മുഴുക്കും വെണ്ണീറായി തീർന്ന് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് എന്നാ പറയും? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. പക്ഷേ അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ കാനങ്കാരി ഇത് റിജക്റ്റായിട്ടും അവൾ കർത്താവിൻ്റെ പിന്നാന്ന് മാറണില്ലല്ല. അതിനാണ് ഫസ്റ്റ് ഫേസ് മാറിയ
ആദ്യം അവൾക്ക് വിശ്വാസം എന്താണ്? കർത്താവേ, എൻ്റെ മകൾക്ക് പിശാച് ബാധിതയാണ്, അവളെ നീ സുഖപ്പെടുത്തണം. ഞാൻ വേറെ പലയിടത്തും അവലംബിച്ചിട്ട് അവൾ മുമ്പത്തേക്കാൾ മോശമായിരിക്കുന്നു. അപ്പം വിശ്വാസത്തോടെ ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത് മെറിറ്റോറിയസ് അല്ല, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക. കാരണം നീ ദൈവത്തെ അറിയാത്ത ആളാണ്. ദൈവത്തെ അറിയാത്തവർക്ക് അനുഗ്രഹം കിട്ടേണ്ട കാര്യമില്ല, അതുകൊണ്ട് റിജക്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇവളെന്നാ ചെയ്യും? ഇവൾ കർത്താവിൻ്റെ പിന്നാന്ന് മാറത്തില്ല. അതിനാണ് ശരണമെന്ന് പറയുന്നത്. വിശ്വാസമെന്ന പുണ്യം കൊണ്ട് ചില സംഭവങ്ങൾ നടക്കത്തില്ല, റിജക്ഷൻ വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പുണ്യം ചേഞ്ച് ചെയ്യും. ദൈവിക പുണ്യം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? കാനംകാരി കർത്താവിൻ്റെ പത്രോസ് പറയും, കർത്താവേ, ഇവളെ പറഞ്ഞു വിട്, ഇവളെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നത് കാണുന്നില്ല, പിന്നാലെ കൂടുകയാണ്. അതിനാണ് ശരണമെന്ന് പറയണത്, ശരണമെന്ന പുണ്യം. അപ്പോഴേ ആണ് കർത്താവ് പറയണത് പത്രോസിനോട്, നായ്ക്കളുടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കളെ കൊടുക്കുക വിഹിതമല്ല. അപ്പം വിശ്വാസത്തിലാണ് ആദ്യം പ്രാർത്ഥിക്കണത്. അപ്പോൾ കർത്താവ് ഒന്നും മിണ്ടിയില്ലെന്നാണ് ബൈബിൾ പറയണത്, മൗനമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അപ്പോൾ ഉടനെ അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെച്ചു. ആരുടെ? പത്രോസിനോട് പറഞ്ഞു, ഒന്ന് പറയേ, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതല്ലേ, അത് ചത്തുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ പത്രോസ് പറയും, സീ ജീസസ്. അവളിങ്ങനെ പിന്നാലെ കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്താണ് ശരണമെന്ന പുണ്യം നീ കാണുന്നില്ലെന്ന. പിന്നാലെ കരഞ്ഞുകൊണ്ട് വരണമല്ല പ്രശ്നം. പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വെക്കണത് അവളുടെ ശരണമാണ്. അവൾ നേരിട്ട് വെച്ചത് എന്താണ്? അവളുടെ വിശ്വാസമെന്ന കാര്യം. കർത്താവ് കാണുന്ന എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ പറയുന്ന വിഷയങ്ങളല്ല, പിശാചും ജോലിയൊന്നുമല്ല കർത്താവ് കാണുന്നത്. കർത്താവ് കാണുന്നത് എന്താണെന്ന് പത്രോസിന് അറിയാം. പത്രോസ് ഉടനെ അവളുടെ ശരണമെന്ന പുണ്യം എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയും, സീ ജീസസ്. അവൾ പിന്നാലെ വരണത് കാണുന്നില്ലേ എന്ന് ചോദിക്കും. അവൾ ശരണപ്പെടുന്നത് കാണുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ശരണത്തിന് ബ്ലോക്ക് ചെയ്യും. ശരണത്തെ ബ്ലോക്ക് ചെയ്തിട്ട് പറയും, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ഉടനെ ഇവള് ശരണത്തിൻ്റെ ബ്ലോക്കും വരുമ്പോൾ റിജക്ഷൻ വരത്തില്ലേ. ഈ മൂന്നാമത്തെ റിജക്ഷൻ ഫീൽഡിൽ വന്നപ്പോൾ ബൈബിള് നമ്മളെ പഠിപ്പിക്കണേ എങ്ങനെയാണ് ദൈവദരിസനെ വ്യാപരിക്കേണ്ടതെന്ന്. ബൈബിൾ വായിക്കണത് എന്തിനാണ്? ദൈവത്തെ അറിയാനാണ് നമ്മൾ പഠിക്കണം. അപ്പോൾ മൂന്നാമത്തെ ഫീൽഡ് വരുമ്പോൾ കാനംകാര് പറയും, കർത്താവേ, അത് ശരിയാ അങ്ങ് പറഞ്ഞത്, ഞാൻ പട്ടിയാണ്. അവിടെ എന്ത് സംഭവിക്കണത്? ഇവിടെ നേരെ ഈ ശരണമെന്ന പുണ്യം മുമ്പ് എളിമപ്പെടുന്നതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയുടെ മെയിൻ സംഭവമാണത്. ശരണമെന്ന പുണ്യം പരാജയപ്പെട്ട ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവേ, അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എങ്കിലും നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറില്ലേ? അതെന്നുള്ളത് എളിമയാണ് ശരിക്കും. എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ച് ഈ വിശ്വാസത്തിൻ്റെ ഫീൽഡും ഔട്ടായി ശരണത്തിൻ്റെ ഫീൽഡും ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് എളിമയാണ്. ഈ എളിമയുടെ ഭാഗമായിട്ടാണ് തപസ് വരണത്. മനസ്സിലായില്ല? തപസ് നമ്മൾ ചെയ്യണത് ചാരം പൂശി തപസ്സിരിക്കണത് എന്തിനാ? തപസ് ചെയ്യണ എളിമയെ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. ബൈബിളിൽ തപസ് വരണ എപ്പോഴും എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഉപവസിക്കുമ്പോൾ ഉടമ്പടിയിൽ ഉപവാസമില്ലേ? അപ്പോൾ ഉപവസിക്കുമ്പോൾ എൻ്റെ മക്കളും മനസ്സിലാക്കണം, ഉപവാസത്തിൻ്റെ കൊമ്പും വെച്ചുകൊണ്ട് നടക്കരുത്. ഉപവസിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെ പട്ടിണി കിടത്തുകയെന്നല്ല, നമ്മളെ എളിമപ്പെടുത്തുകയെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? വിശ്വാസവും ശരണവും ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അടുത്ത നടപടി എളിമപ്പെടലേ ഉള്ളൂ. എളിമപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗമായിട്ടാണ് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, അത് വിട്ടുവീഴ്ച, ഇതെല്ലാം എളിമപ്പെടലിൻ്റെ ഭാഗമാണ് ശരിക്കും. ഇപ്പം നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ലേ? ഇപ്പം നമ്മൾ വിശ്വാസവും ശരണവും പരാജയപ്പെട്ട അപ്പം തന്നെ വിശ്വാസി എന്തു ചെയ്യണം? ആരോടെങ്കിലും
ക്ഷമിക്കാനുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. കാര്യം നമ്മൾ ക്ഷമ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ, മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ചില ആൾക്കാർ കൊന്നാലും ചോദിക്കത്തില്ല. അപ്പോഴും മനസ്സിലാക്കണം, ഈഗോ അതിൻ്റെ എല്ലാ പവറോടും കൂടി നമ്മളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാപ്പ് ചോദിക്കാത്തത്. കർത്താവ് പറഞ്ഞിരിക്കണത്, നിന്നോട് തെറ്റ് ചെയ്താൽ പോലും നീ അങ്ങോട്ട് ചെന്നിട്ട് മാപ്പാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്, എളിമപ്പെടണമെന്നാണ് എൻ്റെ ഉദ്ദേശം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സാധാരണ അനുഗ്രഹം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കും, ചിലത് നടക്കത്തില്ല. നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു ഭൗതികമായ ആനുകൂല്യം, ഫിസിക്കൽ ഫേവേഴ്സ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ നീ ദൈവ പൈതലാണെങ്കിൽ ആ ഭൗതിക ആനുകൂല്യത്തിലൂടെ ആത്മാവിൻ്റെ പുണ്യം കൂടി കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. മനസ്സിലായില്ല? ആത്മാവിൻ്റെ പുണ്യം എന്ന് പറയുന്നത് നിനക്ക് IELTS പാസ്സായത് കൊണ്ട്, കാനഡയിൽ പോയത് കൊണ്ട് കിട്ടത്തില്ല. അത് ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് ആത്മാവിൻ്റെ പുണ്യങ്ങൾ കിട്ടുന്നത്. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ദൈവം നമ്മളെ എളിമപ്പെടുത്തും. അതുകൊണ്ടാണ് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന് ഇപ്പം നമ്മൾ യാക്കോബ് 4:6, 1 Petrus 5:6 എന്താ പറയുക, 1 Petrus 5:5, 1 Petrus 5:6 എന്താ പറയുക, ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? കൃപയ്ക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭൗതിക കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കും, ആത്മാവിനത് പുണ്യമായി മാറിയിട്ട് ആത്മാവ് വിശുദ്ധന്മാരെ പോലെ പുണ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കാൻ താമസിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ വണ്ടടിക്കും, എടാ നമ്മളും ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കണം, പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ താമസിച്ചാണ് നടക്കുന്നത്. ഇതെന്ത് പരിപാടി? അപ്പോൾ പ്രാർത്ഥന കൊണ്ട് എന്താ പ്രയോജനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധാരണ ബ്ലെസ്സിങ്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, കൃപയാണ്, ഗ്രേസാണ്. ഗ്രേസിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭൗതിക ആനുകൂല്യമുണ്ട്, കാരണം ഗ്രേസിൻ്റെ പവറിൻ്റെ ഇഫക്റ്റാണത്. മറിച്ച് ആത്മാവിൻ്റെ പ്രസാദപരമുണ്ട്. അത് നിത്യതയിൽ നിനക്ക് കർത്താവിനെ അനുഭവിക്കാൻ സഹായകമാണ്. ഈ നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ സഹായകമായ പ്രസാദപരം നേടാൻ നമുക്ക് വേറെ മാർഗമില്ല. ഈ ഭൗതിക സമ്മർദ്ദം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദൈവത്തിൽ ഇപ്പം നിൻ്റെ ജോലി താമസിച്ചു, നിൻ്റെ വിവാഹം താമസിച്ചു, നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അത് കൃപയിലൂടെ നീ നേടാൻ വേണ്ടി സാവകാശം തരണതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കാൻ കാരണം. കൈ അടിച്ചു കർത്താവിനെ ചൊല്ലുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പിന്നെ പ്രാർത്ഥനയിൽ ചലിക്കാതിരിക്കാൻ ഒരിക്കലും നമ്മൾ, കാര്യം പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു മുമ്പോട്ടല്ലാതെ ഒരു സ്ഥാനമില്ല. നീ സ്റ്റക്കായി നിൽക്കണം വിചാരിച്ചോ? അങ്ങനെ ഒരു സ്ഥാനമില്ല. അത് നെഗറ്റീവായിട്ടാണ് കൗണ്ട് ചെയ്യത്തുള്ളൂ. നിനക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നിൽക്കുക എന്നുള്ള ഒരു നമുക്ക് 3 പൊസിഷനുണ്ട്. മുമ്പോട്ട് പോകാം, നിൽക്കാം, പുറകോട്ട് പോകാം. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ ഒറ്റ പ്രവേഗമേ ഉള്ളൂ, മുമ്പോട്ട് മാത്രമേ ഉള്ളൂ. നിൽക്കുക എന്ന് വെച്ചാൽ അത് നെഗറ്റീവാണ്. പ്രാർത്ഥന ഡെഡായെന്ന് എൻ്റെ അർത്ഥം. പ്രാർത്ഥന കഴിഞ്ഞു എന്നാണ്. നീ പ്രാർത്ഥിക്കാതിരിക്കണതും
പ്രാർത്ഥനയ്ക്ക് താല്പര്യം കുറഞ്ഞതുമൊക്കെയല്ല, അതെല്ലാം നീ പിന്നോട്ട് പോയതിൻ്റെ സൂചനകളായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമാകും. നമുക്ക് ഇപ്പം നീ ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റെന്ന് വിചാരിച്ചോ, ഉടനെ നീ എന്നാ ചെയ്യും? നീ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നീ തോറ്റു, റിസൾട്ട് വന്നപ്പോൾ നീ തോറ്റു. അപ്പോൾ നീ എന്നാ ചെയ്യും? ഇന്നലെ ഈ റിസൾട്ട് വന്നത് വരെ കാണിക്കണ തീഷ്ണത തോറ്റ് കഴിഞ്ഞ് നമുക്ക് കാണിക്കത്തില്ല, ഇല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിന് പിടികൊടുത്ത പോലെയായി പോവും. അപ്പോൾ ഈ റിസൾട്ട് വരണത് വരെയുള്ള തീഷ്ണത റിസൾട്ട് വന്ന് തോറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ കാണിക്കണില്ല. അപ്പോൾ എന്നാ പ്രശ്നം എന്നറിയാം? അവിടെ വരാൻ പറഞ്ഞ പ്രശ്നം, അച്ഛൻ്റെ സ്വകാര്യ ഭാഷ പറഞ്ഞ ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ ബുദ്ധി. കാര്യം നീ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തോടുള്ള ബന്ധമെങ്കിൽ അത് വ്യക്തിബന്ധമല്ല, വിഷയബന്ധമാണ്. പറഞ്ഞ മനസ്സിലായ? വ്യക്തിബന്ധം നമുക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാണ് വേണ്ടത്? വ്യക്തിബന്ധമാണ് വേണ്ടത്. പക്ഷെ എന്താ പ്രശ്നിക്കണത്? നീ നിൻ്റെ ജോലി അല്ലെങ്കിൽ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞ് തന്നില്ല, അല്ലെങ്കിൽ രോഗം സുഖപ്പെടാമെന്ന് പറഞ്ഞു സുഖപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നീ പഴയതുപോലെ പ്രാർത്ഥനയുടെ തീഷ്ണത കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റിയിരിക്കണത്? ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പം നിനക്കും ദൈവവും തമ്മിലുള്ള ബന്ധമെന്താ? വിഷയബന്ധമാണ്, വ്യക്തിബന്ധമല്ല. ദൈവത്തോട് എന്ത് ബന്ധമാണ് വേണ്ടത്? അതാണ് ഹബക്കുക്ക് പറയണത് 3:17 ആലയിൽ ആടറ്റുപോയാലും ഭൂമി വിളവ് തന്നില്ലെങ്കിലും കർത്താവേ നിന്നോടുള്ള ശരണത്തിനും സ്നേഹത്തിനും ഒരു കുറവുണ്ടാവത്തില്ല. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ ഉടമ്പടിയിലൊക്കെ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഉടമ്പടി നമ്മൾ വെക്കുന്നത് എന്താണ്? വിഷയങ്ങളാണ് വെക്കുന്നത്, ഇല്ലേ? പക്ഷേ നമ്മൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? വിഷയബന്ധം അല്ല, പിന്നെ എന്താണ്? വ്യക്തിബന്ധമാണ്. ഈ വ്യക്തിബന്ധം വളരണത് പ്രാർത്ഥന കേട്ടല്ല വളരണത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നിൻ്റെ നിലപാടനുസരിച്ചാണ് ഇൻറ്റിമസി കൂടുകയും കുറയുകയും ചെയ്യണത്. കേൾക്കാത്ത ചില പ്രാർത്ഥനയില്ലേ, അത് കേൾക്കാതിരുന്നിട്ടെങ്കിലും നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് അതുവഴി മുമ്പത്തേക്കാൾ വിശ്വാസമോ പ്രത്യാശയോ ദൈവസ്നേഹമോ കൂടിയിട്ടുണ്ടെങ്കിലേ ബന്ധം ദൈവത്തിരുസന്നിധിയിൽ കൂടും. അതാണ് കാനങ്കാരി പറയണത്. കർത്താവേ, അത് ശരിയാ, ഞാൻ പട്ടിയാണ്. കാര്യം ഈ പ്രാർത്ഥനയുടെ യാത്രയിലെ അപമാനങ്ങളും ഉണ്ടാവും. പക്ഷെ ഇന്നലെ രാത്രി ഞാനൊരാളെ ഒരു വടകരയിൽ നിന്നുള്ള ഒരു മോളെ ഭർത്താവും ഭാര്യയും കൂടി അവരോട് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്ക് ഇന്നലെ കാണാമെന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്ക് ഇന്നലെ മീറ്റിങ്ങൊക്കെ കാരണം അധികം കാണൽ നടന്നില്ല. അവർ പോകാതെ അവിടെ നിന്ന കാരണം ഞാൻ രാത്രി അവരെ വിളിച്ചു, സംസാരിച്ചു. ഇപ്പോൾ അവർ എന്നോട് പറഞ്ഞു 10 കൊല്ലമായി മക്കളില്ല, ഇപ്പം അപമാനമായി നാട്ടുകാരുടെ മുമ്പിൽ. 10 കൊല്ലമായി മക്കളില്ല, ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് മക്കളായിട്ടില്ല. അതുകൊണ്ട് ചെടുത്തിമാരും അനിയത്തിമാരും ബന്ധുക്കളൊക്കെ വിളിച്ച് ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അതാണ് ആ കാനങ്കാരുടെ പൊസിഷനാണത്. നമ്മുടെ കർത്താവിൻ്റെ പുറകെ നടന്നിട്ട് അവസാനം പട്ടി എന്ന രീതിയിൽ ആ കാനങ്കാരിയെ വിളിക്കണില്ലേ? മക്കളുടെ അപ്പമെടുത്ത പട്ടികൾക്ക്
അപ്പോൾ ആൾ അപമാനിക്കപ്പെട്ടു അല്ലേ? അപ്പം ചില ആധ്യാത്മിക യാത്രയിൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ നമ്മളെ അപമാനിക്കുക എന്നല്ല ദൈവം ഉദ്ദേശിക്കണത്. എന്താ ചിന്തിക്കണത്? ദൈവം മരുഭൂമിയിലൂടെ മനുഷ്യനെ വിടണത് എന്തിനാ? എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. അതാണ് നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിലേ വിട്ടത് തണലില്ലാത്ത, വെള്ളമില്ലാത്ത, സന്ധിപ്പില്ലാത്ത അനുഭവങ്ങളിലൂടെ വിടുകയാണ്. അതാണ് നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താൻ. പട്ടിയെന്ന് വിളിച്ചത് എന്തിനാ? എളിമപ്പെടുത്താനാണ്. അപ്പം എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാൻ പോയിട്ട് ശരിയായില്ല, ഉടനെ ഞാൻ പ്രാർത്ഥന നിർത്തും, ഉപവാസം നിർത്തും, പിന്നെ പഴയ സ്വഭാവം തുടങ്ങും. പഴയ സ്വഭാവത്തിൽ ആൾക്കാരുടെ കരുത്തേക്ക് കയറുക, ദാർഢ്യം കാണിക്കുക, ദേഷ്യപ്പെടുക, ക്ഷമിക്കാതിരിക്കുക, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക, ഇങ്ങനെ പഴയ സ്വഭാവം തുടങ്ങും. അപ്പോഴേ യഥാർത്ഥത്തിൽ നിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം നീ കാര്യം കാണാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വേറെ ഒരു ഫേസ് സൂക്ഷിക്കുക. നിൻ്റെ കാര്യം കണ്ടില്ലെങ്കിൽ നീ എൻ്റെ പഴയ സൈസ് എടുക്കും. അതാണ് വിഷയം. വളരെ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം കാര്യം കാണാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥനയും കാര്യങ്ങളും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും കുറേ ആത്മീയ പ്രവൃത്തിയും പുണ്യപ്രവൃത്തിയും കൊണ്ടൊക്കെ ഇതൊരു ജാടയായിട്ട് ചില സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് നീ പോകും. അത് കർത്താവിന് നിന്നേക്കാൾ നേരത്തെ അറിയാവുന്ന കാരണം ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ അതിനനുസരിച്ച് നിന്നെ മരുഭൂമിയിലെ വിടുമ്പോൾ, ഇപ്പോൾ വേണമെങ്കിൽ കാനംകാരിക്ക് പറയാം, ഇങ്ങനെ ദൈവമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല, ചുമ്മാ കള്ളത്തരമാണ്. ഇങ്ങനെയാണ് മനുഷ്യനെ വിളിക്കണത്, പട്ടിയെന്നൊക്കെയാണ് മനുഷ്യനെ വിളിക്കണത്, വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വേണേൽ പോകാം. പക്ഷെ കാനംകാരി പോകത്തില്ല. കാനംകാരി പറയും, ജീസസ് ദാറ്റ് ഇസ് റൈറ്റ്, ഐ ആം എ ഡോഗ് ആൻഡ് യു ആർ എ ലോഡ്. ഞാനൊരു പട്ടിയാണ്, പക്ഷെ നീ ആരാണെന്ന് എനിക്കറിയാം. ആരാണ്? യജമാനനാണ്. പട്ടികൾ പോലും യജമാനൻ്റെ മേശപ്പുറന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയും. അത് വല്ലാത്ത അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വരണം എന്താണ് അതുപോലെ പറയണം. ഒരു ചേച്ചിയോട് സാക്ഷ്യം പറഞ്ഞെന്തറിയാമോ? ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അവൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞ കർത്താവിനോട്, ഇവിടെ എന്തെങ്കിലും ഇറങ്ങിയിട്ട് പറഞ്ഞതാണ്. എന്താ? അവൾ ഉടമ്പടി എടുത്തപ്പോഴേ അവൻ്റെ മകന് ഒരു ജോലി കിട്ടണം. അപ്പം ജോലി ഉടനെ കിട്ടി അവൻ ഗൾഫിൽ പോവുകയും ചെയ്തു. അവൻ തിരിച്ചു വിളിച്ച്, മമ്മി ഇതെന്ത് ജോലി മമ്മി? ഞാൻ ഈ വീട്ടൊക്കെ എല്ലാം പഠിച്ചിട്ട് ഇവിടുത്തെ ഓരോ കടയുടെ വാതിക്ക് നടക്കുകയാണ് ബാഗും പിടിച്ചോണ്ട് ഈ സാധനം വിൽക്കാൻ വേണ്ടി. എന്നെ അവരെ വിളിച്ച് ഫീൽഡ് എക്സിക്യൂട്ടീവ്, ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് കോഡറൊക്കെ കൊടുത്ത് ടൈയൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ചുമ്മാ കമ്പനിക്കാരൻ്റെ സാധനം വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഒരു കോപ്പറേറ്റീവ് ജാട കാണിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവന് കിട്ടുന്ന ശമ്പളം 21,000 രൂപയാണ്. ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പേരാണ് കിടക്കുന്നത്. അവൻ ചെയ്യണത് എന്താണ്? ഡോർ ടു ഡോർ ഡെലിവറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ വിളിച്ച് മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 10-5-6 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ ഓരോ കുടുംബങ്ങളിൽ നടന്ന് ഇത് വീടുകളിൽ നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല കമ്പനിക്ക് വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വിറഞ്ഞ്. ഇവിടെ വന്ന് അൾത്താറെന്ന് നോക്കി ഞാൻ പറഞ്ഞു, ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ഞാൻ ഇതുകൊണ്ട് എൻ്റെ മകന് നീ കൊടുത്ത ജോലി കൊണ്ട് ഞാൻ തൃപ്തയല്ല എന്ന് പറഞ്ഞു. അവൾ കാര്യം ഇത്രയും പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് അവൾ മുഖത്ത് നോക്കി, കർത്താവിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച്. അതാണ് ഞാൻ പറയണത്, നിങ്ങളുടെ ഉള്ളിലുള്ളത് സംസാരിക്കുമ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് നിങ്ങളുടെ തണ്ടുരോഗമായിട്ടാണ് എടുക്കണത്. എന്താ? നിങ്ങളുടെ ശരണം, നിങ്ങളുടെ കർത്താവിലുള്ള വിശ്വാസം. കർത്താവ് നീ കൈവിട്ടാൽ ഞങ്ങൾ എവിടെ പോകുമെന്നൊരു മനുഷ്യൻ പണ്ട് കർത്താവിനോട് ചോദിച്ചു, അല്ലേ? ആരാ ചോദിച്ചത്? പത്രോസ് ചോദിച്ചു, കർത്താവേ ഞാൻ എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ. അപ്പം നമ്മൾ വീണാലും നിരച്ച് കർത്താവിൻ്റെ മുമ്പിൽ തന്നെ വരണം. അതുകൊണ്ടാണ് പത്രോസാണ് ഇത്രയും ഉയരാൻ കാര്യം. ആ മനുഷ്യന് ഭയങ്കര ദൈവിക വെളിപാടായിരുന്നു. അയാൾ എപ്പോഴും പറയുമായിരുന്നു, എന്തെല്ലാം കർത്താവിനുണ്ടായാലും ഞാൻ പോകത്തില്ല ഒരിടത്തും. കർത്താവിനെ ചവിട്ടിയാലും തല്ലിക്കൊന്നാലും ഞാൻ പോകത്തില്ല. എന്താ കാര്യം? പോകാൻ
ഒരിടമില്ല, മറ്റൊരുവൻ്റെ രക്ഷയില്ല. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ രക്ഷ നൽകാൻ ദ സിംഗിൾ നെയിം ഇസ് ഗിവൺ, നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന് നാമം മാത്രമേ ഉള്ളെന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മറ്റൊരുവരിലും രക്ഷയില്ല യേശുവിനല്ലാതെ, ഏകരക്ഷകനവരല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചീടാം, നിത്യരക്ഷ വരിച്ചീടാം. മറ്റൊരുവരിലും രക്ഷയില്ല യേശുവിനല്ലാതെ, ഏകരക്ഷകനവരല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചീടാം, നിത്യരക്ഷ വരിച്ചീടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അമ്മച്ചി എന്നാ പറഞ്ഞ ഈശോനോട്? എൻ്റെ മകൻ്റെ ഈ വേദ്യം കൊണ്ടുള്ള അലച്ചിലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞല്ലേ. എനിക്ക് യാതൊരു തൃപ്തിയുമില്ല ഈശോ എന്ന് പറഞ്ഞു. 24 മണിക്കൂറിലാണ് പ്ലേസ്മെൻറ്റ് നടന്നത്. വിത്തിൻ 24 hours അവൻ പ്ലേസ് ചെയ്ത് കമ്പനിക്കാർ. പറയേണ്ട പോലെ പറഞ്ഞാൽ ക്ലിയർ ആകും. അത് തന്നെയല്ലേ ഈശോ പറഞ്ഞത്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥതയോടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവൾ ആ കാര്യംകാരി അത് തന്നെയാണ് പറയണത്. കർത്താവ് അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ് ശരിയാണ്. പക്ഷേ യജമാനന്മാരുടെ മേശയിൽ നിന്ന് പട്ടികളും അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ട്. ഉമ്മാൻ എന്നാ ഈശോ വിളിക്കണത് സ്ത്രീയെ. പിന്നെ എന്താ പറയുക? നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക്. അപ്പോൾ അതാണ് സംഭവം. ആഗ്രഹം പോലെ ആ വാക്ക് ബൈബിൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. കനംകാരിയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് പുറത്തു കൊണ്ടുവന്നത്. ആ കാനംകാരി വിജാതി സ്ത്രീയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ്. അതാണ് 15:28 മത്തായിയുടെ സുവിശേഷം 15:28. മകളെ, എന്താണ്? നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ദാറ്റ് മീൻസ് എന്താണ്? ആഗ്രഹം, കർത്താവിനോട് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ഏത് ആഗ്രഹവും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. അത് കർത്താവ് അംഗീകരിക്കും, ബഹുമാനിക്കും, നടത്തി തരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹവാ തിരുനബിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹവാ തിരുനബിയേ. അനുദിനം നിൻ പദങ്ങളിയേ, അടിയരുതിൻ കൃപവതിയേ. അനുദിനം നിൻ പദങ്ങളിയേ, അടിയരുതിൻ കൃപവതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹവാ തിരുനബിയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ശരണമെന്ന പുണ്യവും അതുവഴി നമ്മുടെ എളിമപ്പെടലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇനി ഈശോ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ വെക്കാതെ ഷാർപ്പായിട്ട് ശരണപ്പെട്ട് നിൽക്കുന്നതിന് നമുക്ക് എന്താ വേണ്ടത്? കർത്താവിനെക്കുറിച്ച് ആന്തരികമായ ബോധ്യം വേണം. ഈ ആന്തരിക ബോധ്യത്തിനാണ് നമ്മൾ ഉടമ്പടിക്കാലത്ത് വചനം ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാര്യം കർത്താവ് ആരാണെന്ന് അറിയണ്ടേ. ഇതിൻ്റെ അകത്തുള്ളാകുന്ന കാഷ്വാലിറ്റി എല്ലാം ഫേസ് ചെയ്യാൻ എന്താ സഹായിക്കണം നമ്മളെ? പത്രോസിനെ സഹായിച്ചത് എന്താണ്? പത്രോസ് പറഞ്ഞ്, കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? 6:69 യോഹന്നാൻ്റെ സുവിശേഷം. നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ ഓപ്ഷനില്ല നമുക്ക്. അപ്പം കർത്താവല്ലാതെ വേറെ ഓപ്ഷനില്ല എന്നുള്ളത് ബൈബിൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന രക്ഷാമന്ത്രമാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം. ആ സാധനം എപ്പോഴും വർക്കൗട്ട് ചെയ്യും.
മറ്റൊരു ഓപ്ഷൻ വെക്കണം എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ അപകടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ 6-ാം പ്രമാണത്തിലും 5-ാം പ്രമാണത്തിലും ഒന്നുമല്ല, 1-ാം പ്രമാണത്തിലാണ്. കാര്യം നമ്മൾക്ക് എപ്പോഴും അതിശക്തമായ പ്രലോഭനം. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് പോണില്ല, ഞങ്ങൾ അന്യദേവനെ ആരാധിക്കണില്ല. ബട്ട് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രാർത്ഥന താമസിച്ചാൽ മതി, 1-ാം പ്രമാണം ലംഘനമാകും. പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന സന്ധ്യപ്രാർത്ഥന താമസിച്ചാൽ നടന്നില്ലെങ്കിലും അതെല്ലാം 1-ാം പ്രമാണ ലംഘനമാണ്. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ എന്താ കാര്യം? വേറെ ഓപ്ഷൻ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് വന്നിരിക്കുന്നു. കുടുംബത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ വിഷയം നമുക്ക് വന്നിരിക്കുന്നു. അപ്പം നിൻ്റെത് കർത്താവ് ദൈവം ചിലപ്പോൾ നീ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവോ വ്യക്തിയോ ആയിരിക്കാം. ശിക്ഷ വന്നു. ഏറ്റവും തകർച്ച കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന കൗണ്ട് ചെയ്യണ രീതികൾ അറിയണം നിങ്ങൾ. അത് ചുമ്മാ ചട്ടപ്പടി സമ്പ്രദായമല്ല, അത് 1-ാം പ്രമാണമാണത്. എവിടെയെങ്കിലും നിൻ്റെ പ്രാർത്ഥന മിസ്സായി അല്ലെങ്കിൽ കുർബാന മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുർബാനയേക്കാൾ പ്രാധാന്യമുള്ള എന്തോ സംഭവം വന്നു. പണ്ടൊരു മനുഷ്യനിവിടെ കരഞ്ഞുകൊണ്ട് വന്ന്, അയാൾ പണ്ട് എൻ്റെ പള്ളി കൈക്കാരനായിരുന്നു. അപ്പോൾ അയാളോടൊരു ദിവസം ഞാൻ പള്ളിയിൽ ഇരിക്കണ കാലത്ത് ഞാൻ ഞായറാഴ്ച എനിക്കധികം വീട്ടുകാരില്ല, ഞാൻ 300 വീട്ടുകാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പള്ളി നിന്ന് കഴിഞ്ഞാൽ ആര് വന്നെന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഞാനെപ്പോഴെങ്കിലും നോക്കിക്കൊണ്ട് എനിക്കത്തോളം എപ്പോഴും. അപ്പോൾ ആൾ മിസ്സായി എനിക്കറിയാം. അപ്പോൾ ഞാനൊരു ദിവസം ഈ കൈക്കാരനെ കാണാഞ്ഞപ്പം പെട്ടെന്ന് മനസ്സിലായി. ഞാൻ കൈക്കാരനോട് ചോദിച്ചു, കൈക്കാരാ കുർബാനയ്ക്ക് ഇല്ലായിരുന്നല്ലോ. അതൊരു ജീവിത പ്രശ്നത്തിന് പോയിരിക്കരുതെന്ന്. അതെന്നെ കൈക്കാരൻ ഈ ചരക്കെടുത്ത് വിൽക്കണ ആൾ തരകൻ്റെ അടുത്ത് കാശ് മേടിക്കാൻ പോയതാ. കാരണം തരകൻ 8 മണിക്ക് 7 മണിക്ക് വീട്ടിൽ കാണത്തുള്ളൂ. അത് കുർബാനയുടെ സമയമാണ്. അപ്പോൾ കുർബാനയ്ക്ക് പോകണം, കർത്താവിൻ്റെ അടുത്ത് പോകണം, തരകൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കിടന്നുകൊണ്ട് പേറ്റി അവസാനം കർത്താവിനേക്കാൾ വലിയ തരകനുണ്ടായി. തരകൻ്റെ അടുത്ത് പോയി അയാൾ കാശ് മേടിച്ചു, കുർബാന മുടങ്ങി. ആ കാശും അതിൻ്റെ 10 ഇരട്ടി കാശ് നഷ്ടപ്പെട്ട് തേച്ച് കഴുകി 2 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കുന്നതാണേ. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കുന്നതാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഇത്രയും വെടിച്ചിട്ടിരിക്കുമ്പോൾ എന്ന് വിശ്വാസി മനസ്സിലാക്കണം. കാര്യം എന്താണ്? അത് ഒന്നാമത് വെച്ചിരിക്കുകയാണ്. കാര്യം എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തെറ്റിയിട്ട് മാത്രമേ 2, 3, 4 ഇപ്പം ജോളിയുടെ സൈനൈഡ് കൊലപാതകങ്ങളില്ലേ, അതുവരെ ഈ 1 തെറ്റിയിട്ടേ തെറ്റത്തുള്ളൂ. അത് 6 അല്ലേ 5 കൊല്ലരുത്, 6 വ്യഭിചാരം ചെയ്യരുത്. അപ്പം 5ഉം 6ഒക്കെ തെറ്റണത് മുമ്പ് 1 ആദ്യം തെറ്റും. നീ 1 തെറ്റുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്ഥാനം വേറെ എന്തെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സമയത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. കുടുംബത്തിൽ സാത്താൻ്റെ പണി തുടങ്ങി. കർത്താവ് പണി തുടങ്ങുന്നില്ല, യവന് നമ്മൾ അവസരം കൊടുത്തു. അവനൊരു അവസരം കൊടുത്തുള്ള അവസ്ഥ എന്താണ്? പിന്നെ കയറിയവന് കാര്യം അവന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇപ്പം കർത്താവിൻ്റെ സ്ഥാനം പോയാൽ അവിടെ നിന്ന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ അനുവാദമില്ലാതെ തന്നെ ആ സീറ്റിൽ അവൻ വരും. അതാണ് ബൈബിൾ പറയണത്. എഫേസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവനെ വിളിക്കേണ്ട കാര്യമില്ല. ആ പാർട്ടിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ വന്നു കയറി ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. കാര്യം നിങ്ങൾ കർത്താവിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീറ്റ് അവൻ കൈകാര്യം ചെയ്യും. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാത്താൻ്റെ ഒരു പ്രത്യേകത, ദൈവം വിളിച്ചാലേ വരത്തുള്ളൂ, സാത്താൻ വിളിക്കാണ്ട് വരും. അതാണ് എൻ്റെ വിഷയം വരുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് വന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, അവനോടൊരു വിരുന്നിനിരിക്കുമെന്ന് വെളിപാട് 3:20 പറയണത്. കർത്താവ് വിളിച്ചാലേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ ദ ഹെവൻ ഈസ് സോ വാല്യുബിൾ.
എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇത്രയും വിലയുള്ളതായി മാറുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് പെയ്ഡ് സീറ്റ്. അവൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത കൊണ്ടാണ്. അതുകൊണ്ട് വി മസ്റ്റ് പേ. നമുക്ക് കോസ്റ്റ്ലിയാണ്, നമ്മളത് കൊടുക്കണം. സാത്താന് ഒരു മുതമുടക്കുമില്ല, അവൻ വലിഞ്ഞു കയറി നേരെ വന്നിരുന്നോളും. അതുകൊണ്ട് ബൈബിൾ പറയും, എഫേസ്യസ് 4:27, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് അവസരം കൊടുക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ ദൈവത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അത് മറ്റവൻ്റെ അവസരമായിട്ട് മാറുകയും ക്രമേണ നമുക്ക് വേറെ ചിന്തകൾ വരികയും ചെയ്യും. ഇപ്പോൾ ഒരാളിൽ 6 പേരല്ലേ ഈ ലോകത്ത് എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ജനിപ്പിച്ച സഭയാണിത്. ഈ സഭയെ തന്നെയാണ് ജോളി ജനിച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പം ഞാൻ സമയത്തോർക്ക് മദർ തെരേസ മുതൽ ജോളി വരെ, ഇല്ലേ? 6 പേര് സൈനൈഡ് കില്ലർ. ഞാൻ ഓർത്തത് ഇത്രയും ഈ വിശ്വാസത്തിലൊക്കെ വളർന്നിട്ട് പിന്നെ എന്താ ഈ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റിപ്പോണത്? എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രയും വചനങ്ങളും ധ്യാനങ്ങളും പള്ളിയൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള സൈനൈഡ് കില്ലേഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ചിത്തമരം, ചിത്തബലങ്ങൾ. കർത്താവ് നേരത്തെ പറഞ്ഞതല്ലേ, നല്ല മരത്തിന് ചീത്ത ഫലങ്ങൾ തരാൻ പറ്റത്തില്ല, ചീത്ത മരത്തിന് നല്ല ഫലങ്ങളും തരാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്? ചീത്ത മരത്തിന് അതാണ് മത്തായി 7:18, മോശം മരം മോശം ഫലം തരും. അപ്പം നിങ്ങൾ ഈ മോശം ഫലമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ പണിയാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു മുസ്ലിം സഹോദരിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ചെറുപ്പക്കാരത്തിയാ. അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? അവളെ അച്ഛൻ വിളിച്ചത് എന്താണ്, ബഷീർ എന്നുള്ളതിന് ഭാസ്കർ എന്ന് വിളിച്ച് അച്ഛനെ തിരുത്തി ഉടനെ അവൾ ഷംന തിരുത്തി അച്ഛനെ. എൻ്റെ പേര് ഷംന ബഷീർ, ഞാൻ ഇസ്ലാമാണ്, അച്ഛനെ തെറ്റിയതാണെന്ന് പറഞ്ഞത്. അവൾ എന്നാ പറഞ്ഞതെന്നറിയാം? ആദ്യം പറഞ്ഞത്, കുറേ സാക്ഷികൾ പറഞ്ഞ ശേഷം ആദ്യം പറഞ്ഞതാണ് എനിക്കിഷ്ടപ്പെട്ടത്. എനിക്ക് കുറേ നാളായിട്ട് മുൻകോപമാണ് ഭയങ്കര. അപ്പം ഞാൻ മുൻകോപം എനിക്ക് അടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ മുൻകോപം ഒന്ന് അവസാനിപ്പിച്ച് തരണം. ആദ്യം ഞാൻ ചീത്ത മരമാണ്, എന്നെ നീ തൊട്ട് നല്ല മരമാക്കി തരണം. എന്തിനാണ്? നല്ല ഫലങ്ങളെ വിളയിക്കാൻ വേണ്ടി. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു തുറവിയാണത്. കാര്യം ഈ ഗ്രേസ് ബിൽഡ് അപ്പ് ഓൺ നേച്ചർ എന്ന് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്. കൃപ മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് വിളയണത്. ഇപ്പം നമ്മുടെ പ്രകൃതി മാറ്റം സംഭവിച്ചില്ലെങ്കിൽ, മനസ്സാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമല്ല, അത് മൊത്തം പ്രകൃതിയുടെ മാറ്റമാണ്. ക്ഷമ, ദയ, നന്മ, വിശുദ്ധത, ആത്മസംയമനം എന്നൊക്കെ പറയണത് പ്രകൃതിയുടെ ഫലങ്ങളാണ്. ബേസിക്കായിട്ട് ഈശോ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ഈശോൻ്റെ സ്വഭാവം കാണും. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയത്തില്ലേ? ഫിലിപ്പിയർ 2:7, ഫിലിപ്പിയർ 2:6, യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മൾക്ക് പ്രകൃതി മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണത്? അവൻ പ്രകൃതിയായ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാനം മൃഗപ്പെടുകയാണ് കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ എന്ത് സംഭവിച്ചു? ദൈവം അവനെ അത്യധികം ഉയർത്തി. നമ്മളെ ഉയർത്തേണ്ടത് ആരാണ്? ദൈവമാണ്. ദൈവത്താൽ ഉയർത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എളിമപ്പെടുന്നത്. ദൈവം നമ്മൾ എളുപ്പപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ.